പാടി വരാം പ്രിയജനമേ. പുതിയൊരു ഹൃദയം നേടി വരാം പ്രിയജനമേ. പുതിയൊരു ഗാനം പാടി വരാം പ്രിയജനമേ. പുതിയൊരു ഹൃദയം തേടി വരാം പ്രിയജനമേ. നവമൊരു ജനമായി അണിചേരാം, തിരുബലിയൊന്നായി അർപ്പിക്കാം. നവമൊരു ജനമായി അണിചേരാം, തിരുബലിയൊന്നായി അർപ്പിക്കാം. പുതിയൊരു ഗാനം പാടി വരാം പ്രിയജനമേ. പുതിയൊരു ഹൃദയം നേടി വരാം പ്രിയജനമേ. നാഥനച്ചൊരു തിരുയാഗം, പാപം നീക്കും വരദാനം. നാഥനച്ചൊരു തിരുയാഗം, പാപം നീക്കും വരദാനം. ഒരുമിച്ചൊന്നായി അർപ്പിക്കാം, ഒരു മനമോടെ അർപ്പിക്കാം. ഒരുമിച്ചൊന്നായി അർപ്പിക്കാം, ഒരു മനമോടെ അർപ്പിക്കാം. പുതിയൊരു ഗാനം പാടി വരാം പ്രിയജനമേ. പുതിയൊരു ഹൃദയം നേടി വരാം പ്രിയജനമേ. നടയിൽ തെളിയും നിറദീപം തിരുയാഗത്തിൻ ജ്വാലകളാൽ. നടയിൽ തെളിയും നിറദീപം തിരുയാഗത്തിൻ ജ്വാലകളാൽ. താലം നിറയും പുതുപൂക്കൾ തിരുസ്നേഹത്തിൻ ഓർമ്മകളാൽ. താലം നിറയും പുതുപൂക്കൾ തിരുസ്നേഹത്തിൻ ഓർമ്മകളാൽ. ദൈവാത്മാവിൻ വരദാനം പൊഴിയും ദിവ്യമുഹൂർത്തമിതാ. അനുഭവസുന്ദര നിമിഷമിതാ. പുതിയൊരു ഗാനം പാടി വരാം പ്രിയജനമേ. പുതിയൊരു ഹൃദയം നേടി വരാം പ്രിയജനമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും
മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവേ, സ്തുതിതൻ നിസ്തുലമഹിമാവാം. ഭൂസ്വർഗ്ഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവമാനവവും തന്നെ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവേ, നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗ്ഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പുറത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം. പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലും നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണ്ണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ ദിവരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. വിശുദ്ധ കുരിശാൽ മുദ്രിതരായ ഞങ്ങൾ അംഗീകൾ അഭയം പ്രാപിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും കൃപ ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവിൻ അവദാനങ്ങൾ കീർത്തിപ്പിൻ പുതുകാലത്തിൽ വാഴ്ത്തി പാടി നമിക്കട്ടെ. പാർത്തലമെല്ലാം ഉടയവനെ വാഴ്ത്തുക തൻ തിരുനാമവുമായി. രക്ഷയുമെന്നും കീർത്തിപ്പിൻ. ജനതകൾ മധ്യേ കർത്താവിൻ മഹിമതനിതരാം ഘോഷിപ്പിൻ. വാഴ്ത്തുക ജനമേ കർത്താവിൻ നിസ്തുല ശക്തി മഹത്വങ്ങൾ. തിരുനാമത്തിനു ചേർന്ന വിധം മഹിതസ്തുതികളുയർത്തിടുവിൻ.
ക്രൂശിതനായി ആരാധിച്ചു വണങ്ങിടുവിൻ. നീതി വിധിക്കും കർത്താവിൻ നാമം ജനതകൾ വാഴ്ത്തട്ടെ. വനവൃക്ഷങ്ങൾ വയലുകളും പുളകിത ഗീതമുതിർക്കട്ടെ. താതനുമതുപോലാത്മജനം തോഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽ എന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവ്വാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യരു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരെ സമേതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന 7-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിക്കണമേ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോട് പുലർത്തും. അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് തരുമെന്ന് അവിടുന്ന് നിങ്ങളോട് പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള നാട്ടിൽ നിങ്ങളെ സന്താനപുഷ്ടിയുള്ളവരും നിങ്ങളുടെ ഭൂമി ഫലപുഷ്ടിയുള്ളതുമാക്കും. ധാന്യം, വീഞ്ഞ്, എണ്ണ, കന്നുകാലികൾ, ആട്ടിൻപറ്റം എന്നിവയെ അവിടുന്ന് ആശീർവദിക്കുകയും ചെയ്യും. നിങ്ങൾ മറ്റെല്ലാ ജനതയേക്കാൾ അനുഗ്രഹീതരായിരിക്കും. നിങ്ങൾക്കോ നിങ്ങളുടെ കന്നുകാലികൾക്കോ വന്ധ്യതയുണ്ടായിരിക്കുകയില്ല. കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിലൊന്നും നിങ്ങളുടെ മേൽ അവിടുന്ന് വരുത്തുകയില്ല. എന്നാൽ നിങ്ങളെ എതിർക്കുന്നവരുടെ മേൽ അവയെല്ലാം വരുത്തും. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്ന ജനങ്ങളെയെല്ലാം സംഹരിക്കണം. അവരോട് കരുണ കാണിക്കരുത്. നിങ്ങൾ അവരുടെ ദേവന്മാരെ സേവിക്കരുത്. അത് നിങ്ങൾക്ക് കെണിയായിരിക്കും.
സ്തുതിയും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജപദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശപിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശീലങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കും. മിശിഹായെ അനുഗ്രഹിക്കട്ടെ. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിനുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഹല്ലേലൂയ, പാടാമൊന്നായി. ഹല്ലേലൂയ, 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 പാടാമൊന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പാടുവിനെന്നും കർത്താവിന്ന പാവനമാകും സ്തുതിഗീതങ്ങൾ. അന്തമിടാത്തൊരു കാരുണ്യം നമ്മോട് കാട്ടിയതോർത്തീരേ. നിലനിൽക്കുന്നു നിരന്തരമങ്ങി വിശ്വസ്തതയും കുറവില്ലാതെ. കാതരുമതുപോൽ സുതൻ പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭരിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ, പാടുന്നു. ഹല്ലേലൂയ, 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 പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. അധ്യായം 4 തിരുവചനങ്ങൾ 12 തുടങ്ങി. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സെബൂലൂണിന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബൂലൂൺ നഫ്താലി പ്രദേശങ്ങൾ, വിജാതിയുടെ ഗലീലി, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കുവാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ
മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ ഒരു പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കുവാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പഴയ നിയമ ചരിത്രത്തിലുടനീളം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ നിന്ന് അകന്നുപോയ ജനതയെ ഒരുമിച്ച് കൂട്ടാനായിട്ട് ദൈവം അനുതാപത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിക്കാനായിട്ട് പ്രവാചകന്മാരെ അയക്കുന്നുണ്ട്. എസക്കിയേൽ മുതലുള്ള പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് ബോധ്യമാകുന്നൊരു കാര്യമാണത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അകന്ന് പോയ സാഹചര്യത്തിൽ, വലിയ തിന്മയുടെ അടിമത്തത്തിൽ ആണ്ടുപോയ സാഹചര്യത്തിൽ, ആ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ രക്ഷയിലേക്ക് ആനയിക്കാനായിട്ടാണ് ദൈവം പ്രവാചകന്മാരെ അയക്കുന്നത്. എല്ലാ പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നൊരു കാര്യം, എല്ലാവരും ഒരേ കാര്യമാണ് പ്രസംഗിക്കുന്നത്: മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരത്തിലേക്കുള്ള ആഹ്വാനം നൽകിയ പ്രവാചകന്മാരെ മുഴുവൻ കല്ലെറിഞ്ഞു കൊല്ലുകയും പലതരത്തിൽ അവർ പീഡിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിളിൻ്റെ ചരിത്രത്തിലും സഭയുടെ ചരിത്രത്തിലുമൊക്കെ വളരെ വ്യക്തമായി നമുക്ക് ബോധ്യമാകുന്നൊരു കാര്യമാണ്. ആരാണോ തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നത്, ആ തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്തുന്ന പ്രവാചക ശബ്ദവുമായി വരുന്നവരെ ഒന്നുകിൽ വകവരുത്തുക, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുക എന്നുള്ള പ്രവണത സമൂഹത്തിനുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും നമ്മൾ കാണും, ഈ രക്ഷയുടെ പാതയിൽ നിന്ന് വ്യതിചലത്തെ ജനതയെ രക്ഷയിലേക്ക് ആനയിക്കാൻ കടന്നു വരാനിരിക്കുന്ന രക്ഷകന് വഴിയൊരുക്കാൻ വന്ന സ്നാപകൻ എന്താ പ്രസംഗിച്ചത്? അണലി സന്തതികളെ എന്ന് വിളിച്ചവരെ അതിശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞു, മാനസാന്തരപ്പെടുക. നന്മയിലേക്ക് മാടി വിളിച്ച സ്നാപകനെ, മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ആഹ്വാനം ചെയ്ത സ്നാപകനെ അവർ കാരാഗൃഹത്തിലടച്ചു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട തിരുവചനത്തിന്റെ പശ്ചാത്തലമാണ് ഞാൻ പറയുക. 3-ാം അധ്യായത്തിൽ, യോഹന്നാന്റെ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ സ്നാപകനുമായിട്ടുള്ള ആ വിവരണമാണ്. സ്നാപകനെ ജയിലിൽ അടയ്ക്കുന്നതും തുടർന്ന് കർത്താവ് മരുഭൂമിയിലെ പരീക്ഷണങ്ങൾക്കൊടുവിൽ കർത്താവ് ദൗത്യം ഏറ്റെടുക്കുകയാണ്. കർത്താവ് എന്താ പ്രസംഗിക്കുന്നത്? മാനസാന്തരപ്പെടുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത വലിയൊരു പ്രകാശം കണ്ടുവെന്നാണ് സുവിശേഷം എഴുതി വയ്ക്കുക. ആരാണ് ഈ പ്രകാശം? അത് ക്രിസ്തുവാണ്. അപ്പോൾ അന്ധകാരത്തിന്റെ നിഴലിൽ കഴിഞ്ഞിരുന്നവർക്ക് പ്രകാശമായി കടന്നു വന്ന കർത്താവിനെ സ്വീകരിക്കാനായിട്ട് കർത്താവ് പറയുക, അവനെ തിരിച്ചറിയാനായിട്ടുള്ള ഒരേ ഒരു മാനദണ്ഡം, മാനസാന്തരപ്പെട്ട് അനുതാപത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ മനുഷ്യന് കഴിയണം. പഴയ നിയമ പുതിയ നിയമ ചരിത്രത്തിൽ ഉടനീളം കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഈ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാനാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ദൈവം നമുക്ക് എത്രയോ സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട് നന്മയിൽ വളരാനായിട്ട്. ഈ നന്മയിൽ വളരുവാൻ വേണ്ടി, സത്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട്, അഥവാ സത്യത്തിന്റെ പ്രഭ തിരിച്ചറിയാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ മുഴുവൻ ദൈവം മനുഷ്യന് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ പ്രവാചക ധീരതയോടുകൂടി സമൂഹത്തിൽ അരങ്ങേറുന്ന തിന്മയെ ചോദ്യം ചെയ്യുമ്പോൾ ഇന്ന് നമുക്കറിയാം അവരെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ്. അതെല്ലാ മേഖലയിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിൽ തിന്മ പെരുകി വരുന്നു എന്നതിൻ്റെ വളരെ വ്യക്തമായ സൂചനകൾ ഓരോ ദിവസവും നമ്മൾ കാണുകയും, മനുഷ്യന് മാനസാന്തരമൊക്കെ സംഭവിക്കുന്നുണ്ട്, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. മാനസാന്തരം സംഭവിക്കാനായിട്ട് വലിയ അപകടങ്ങൾ സംഭവിക്കണം. വലിയ സുനാമി വന്നപ്പോൾ മാനസാന്തരമുണ്ടായി, ഏതാനും ദിവസങ്ങളിലേക്ക്, മാസങ്ങളിലേക്ക്. അത് കഴിഞ്ഞ് ഓരോ വർഷവും ഓരോ തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതാനും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മാനസാന്തരത്തിന്റെ അനുഭവം നമ്മൾ കാണും. അപ്പോൾ എല്ലാവരും ജാതിയും വർഗവും രാഷ്ട്രീയവും ഒക്കെ മറന്നൊറ്റക്കെട്ടായി സഹോദരങ്ങളെ പോലെ, ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് വർത്തിക്കുന്നത്, ഒരുമിച്ച് കിടന്നുറങ്ങുന്നത്, ഒരുമിച്ച് ഭക്ഷിക്കുന്നത്, എല്ലാവർക്കും വേണ്ടി പങ്കുവെക്കുന്ന ഒരു നല്ല മനോഭാവം നമ്മൾ അവിടെ കാണും.
അത് കഴിഞ്ഞാൽ വീണ്ടും അതിനേക്കാൾ വലിയ അക്രമങ്ങൾ സമൂഹത്തിൽ അരങ്ങേറുന്നത് സമൂഹം നമുക്ക് കാണിച്ചു തരിക. ഈ സമീപ ദിവസങ്ങളിൽ നമുക്കറിയാം, മനുഷ്യരോട് കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കൊടും ക്രൂരതകളാണ് ഇന്ന് സമൂഹത്തിൽ അരങ്ങേറുന്നത്. രാഷ്ട്രീയപരമായ പലതരത്തിലുള്ള തിന്മകൾ പെരുകുമ്പോൾ അതിനെ ചോദ്യം ചെയ്താൽ ആ ചോദ്യം ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തുക, രാഷ്ട്രീയ സമരങ്ങളെ അടിച്ചൊതുക്കിയ വിധങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു മൃഗത്തോട് പോലും കാണിക്കുന്നതിനേക്കാൾ ക്രൂരമായ വിധത്തിൽ, നിന്ദ്യമായ വിധത്തിൽ മനുഷ്യനെ അടിച്ച് ഒതുക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഇവിടെ വളരുകയാണ്. അതെല്ലാ മേഖലയിലുമാണ് വ്യാപരിക്കുന്നത്. ഈ വിധത്തിൽ വളർന്നു കഴിയുമ്പോൾ, ആ വിധത്തിൽ മനുഷ്യനെ ഒതുക്കി കഴിയുമ്പോൾ അവനിലുള്ള നന്മ മുഴുവൻ നശിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. എന്താ? അന്ധകാരത്തിൽ കഴിയുന്നവൻ വീണ്ടും അന്ധകാരത്തിലേക്ക് പോവുക. അവനൊരിക്കലും പ്രകാശത്തിന്റെ ധാരയിലേക്ക് കടന്നു വരാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. പ്രകാശധാരയിൽ കഴിയുകയാണെങ്കിൽ നന്മയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും മറ്റുള്ളവരെ ചോദ്യം ചെയ്യാം. അതിന് യാതൊരു സംശയവും നമുക്കില്ല. അത് നമുക്കുള്ള സ്വാതന്ത്ര്യമാണ്. തിന്മ കണ്ടാൽ ആ തിന്മയെ ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ചോദ്യം ചെയ്യുന്നവനെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന വിധങ്ങൾ ഈ ദിവസങ്ങളിൽ അരങ്ങേറിയ രാഷ്ട്രീയ സമരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യ മനസ്സിന്റെ നന്മ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നത് ഓരോ ദിവസവും നമ്മൾ കാണുകയാണ്, ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ദൈവം നൽകിയ നന്മയുടെ പ്രകാശം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ മനുഷ്യൻ വീണ്ടും അന്ധകാരത്തിൽ നിന്ന് അതിനേക്കാൾ കൊടും അന്ധകാരത്തിലേക്ക് എത്തിപ്പെടുന്നൊരു അവസ്ഥാവിശേഷമാണ്. പലരും തമാശ രൂപേണയെങ്കിലും പറയുമായിരുന്നു, കൊറോണ വന്നപ്പോഴെങ്കിലും നന്നാകുമെന്ന്, മനുഷ്യന് ഒരുമയോടെ വർത്തിക്കുമെന്ന്. പക്ഷെ കൊറോണ വന്നപ്പോൾ അതിനേക്കാൾ ആദ്യകാലങ്ങളിലൊക്കെ കുറച്ചൊക്കെ മനുഷ്യൻ സ്നേഹത്തോടെ സഹവർത്തിയോടെ പെരുമാറിയെങ്കിലും വീണ്ടും അതിനേക്കാൾ വലിയ ക്രൂരതകൾ സമൂഹത്തിൽ അരങ്ങേറുന്നത് നമ്മൾ കാണുന്നു. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന സനാതനമായ ഒരു സത്യം, സത്യത്തിന്റെ പ്രകാശം കണ്ട് ആ സത്യത്തിന്റെ മാർഗം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ്. നമ്മൾ എത്ര പേരുണ്ട് ധീരമായ നിലപാടുകൾ കൈക്കൊണ്ടുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട് സന്നദ്ധരായിട്ടുള്ളവര്? നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഈ നന്മയുടെ പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്നു എന്നതിൻ്റെ സൂചനകൾ സമൂഹത്തിലേക്ക് നോക്കിയാൽ മതി. ഈ നന്മയുടെ വെളിച്ചം നഷ്ടപ്പെടുന്നതിൻ്റെ സാഹചര്യങ്ങൾ ഒരുപാട് സമൂഹത്തിൽ വളരുന്നു. ദൈവം എനിക്ക് കഴിവുകൾ നൽകിയിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, നന്മകൾ നൽകിയിട്ടുണ്ട്. അത് ഞാനെന്ന വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല. ഞാനെന്ന വ്യക്തിക്ക് വേണ്ടി മാത്രം അത് വിനിയോഗിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്ന അപകടങ്ങൾ, അതിനും ഈ സമൂഹത്തിൽ ഏറ്റവും സമീപത്തായ ഒരുപാട് സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ നമുക്കുണ്ട്. ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യൻ, രോഗം വന്ന് മരണമടയുന്ന മനുഷ്യൻ കോടാനുകോടി സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അവൻ അനുഭവിക്കാൻ യോഗമില്ലാതെ പോവുകയാണ്. ദൈവം സംരക്ഷകനായി സംരക്ഷണ ചുമതല ഏൽപ്പിച്ചവൻ അധികാരിയായി മാറുമ്പോൾ സംഭവിക്കുന്ന അപകടങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വേദനിക്കുന്ന മനുഷ്യരെ നമ്മൾ ഓരോ ദിവസവും കണ്ടുമുട്ടുന്നുണ്ട്. ഓരോ ദിവസവും ജീവിതത്തിന്റെ വലിയ ദയനീയ സാഹചര്യങ്ങൾ അകപ്പെട്ട് കഴിയുന്ന മനുഷ്യൻ മറ്റുള്ളവരുടെ ഒരു കൈത്താങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. പക്ഷേ അവരോടൊരിറ്റു കാരുണ്യം കാണിക്കാൻ നമ്മിൽ പലർക്കും കഴിയാതെ പോവുകയാണ്. വീണ്ടും ഈ അന്ധകാരത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. ഈ അന്ധകാര ആ സാഹചര്യത്തിൽ നിന്ന് മനുഷ്യൻ കരകയറേണ്ടതുണ്ട് എന്നാണ് ഇന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞത്, മാനസാന്തരത്തിന് യോജിച്ച ഫലം നിങ്ങൾ പുറപ്പെടുവിക്കണം. എന്താ മാനസാന്തരം എന്ന വാക്കിന്റെ അർത്ഥം? മറ്റൊന്ന് വയ്യ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വേദപാഠ ക്ലാസ്സിൽ. എന്താണ് മാനസാന്തരം? ഏറ്റവും ലളിതമായി പറഞ്ഞാൽ മനസ്സിന് അന്തരം വരുത്തുക, മാറ്റം വരുത്തുക. നിലവിലുള്ള എൻ്റെ മനോഭാവങ്ങൾക്ക് മാറ്റം വരുത്തണം. നിലവിൽ ഞാൻ എന്താണ് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത്, സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ ഓർത്തു നോക്കുക. എൻ്റെ മനോഭാവങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ, എൻ്റെ സമൂഹത്തിൽ വേദനിച്ച് കഴിയുന്ന സഹോദരങ്ങളോട് പക്ഷം ചേരാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ, എനിക്കുള്ളത് പങ്കുവെക്കാനുള്ള നല്ല മനോഭാവം എനിക്കില്ലെങ്കിൽ, തീർച്ചയായും മാനസാന്തരം എന്നൊന്ന് എന്നിൽ സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് കർത്താവ് നമ്മോട് ആവർത്തിച്ച സുവിശേഷത്തിൽ വീണ്ടും വീണ്ടും നമ്മൾ കാണുന്നത് മാനസാന്തരപ്പെടണം. ഈ മാനസാന്തര സന്ദേശമാണ് വെളിപാട് വരെയുള്ള ഗ്രന്ഥങ്ങളിൽ നമ്മൾ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടില്ല. അപ്പോൾ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നന്മയുടെ പക്ഷം ചേരാൻ വേണ്ടിയിട്ട്, നന്മയുടെ വെളിച്ചത്തിലേക്ക് മനുഷ്യൻ കടന്നു വന്ന് മറ്റുള്ളവരെ കൂടി ആ പ്രകാശധാരയിലേക്ക് ആനയിക്കാൻ മനുഷ്യൻ സാധ്യമാവണം. അതുകൊണ്ട് അന്ധകാര അവസ്ഥയിൽ കഴിയുന്നവന്
യഥാർത്ഥമായ പ്രകാശത്തെ തിരിച്ചറിയാൻ, അത് ക്രിസ്തുവാണെന്നുള്ള വിവേകത്തോടു കൂടി അത് തിരിച്ചറിയാനുള്ള ബോധ്യം അവനുണ്ടാവണം. അത് മനുഷ്യൻ്റെ ആന്തരിക ഭാവമാണ്. ഈ നന്മ മനുഷ്യ മനസ്സിൽ തന്നെയാണ് നമുക്കറിയാം. ആ ഉള്ളിൻ്റെ നന്മയാണ് പാപം ചെയ്ത് തിന്മ പ്രവർത്തിച്ച് നമ്മൾ ഇരുളടഞ്ഞതാക്കി മാറ്റിയിരിക്കുക. എൻ്റെ മനസ്സിൻ്റെ നന്മയാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അപ്പോൾ ആ നന്മയാണ് വീണ്ടെടുക്കേണ്ടത്. ആ നന്മ വീണ്ടെടുക്കണമെങ്കിൽ ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. ക്രിസ്തുവിൻ്റെ പ്രകാശം എന്നിലേക്ക് കടന്നു വരണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കർത്താവിനോട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാനായിട്ടുള്ളത് പാപത്തിൻ്റെയും തിന്മയുടെയും അന്ധകാര അവസ്ഥയിൽ നിന്ന് നന്മയുടെ സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും സഹോദരങ്ങളെ പോലെ കണ്ട് സഹോദരതുല്യം സ്നേഹിക്കുന്ന, സഹവർത്തിത്വത്തോടെ ജീവിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ, ഈ രാജ്യത്ത്, ലോകമെമ്പാടും വളരുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളിൽ നിന്നെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏലിയായുടെ തീഷ്ണതയോടും മോശയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതി പൂണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവെ, വിധി ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈവെടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മോശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ കുറിച്ചടയാളത്തോടുകൂടെ വാരമേഖകൾ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോടൊന്നിച്ച് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ രഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ബലിയായി നൽകി നാഥാ സകലേശാ, നിൻ തിരുസൂര്യനെ നിർമ്മലമായൊരു ഹൃദയവുമായി പാപമകന്ന കരങ്ങളുമായി ദിവ്യവിരുന്നിൽ ചേർന്നിടുവാൻ നിത്യം സന്നിധിയണയുന്ന വാഴ്ത്തിയിടാം നാഥാ സകലേശാ. ആത്മജനം ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാര്യോസേപ്പിനെയും സാഗരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. ആദിയിലെപ്പോലെ നന്ദിക്കും ആമേനാമേ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജസ്നേഹിതരേ,
വസ്തുമായി നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മഹിതോദ്ധാരത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാം നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാമുണ്ട് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലുവയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പ് നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സ്വർഗ്ഗത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കൃപാലയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ ഭക്ഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരനെ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശിക്കപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പോ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായി നീ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വകീയ ഗണങ്ങളോട് ചേർന്ന് സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വിഘ്നമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു.
പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടും എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടും പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരുമായി ദാസർ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ഇടവകാശ സമൂഹത്തിനും നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായവയെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭാധ്യക്ഷനായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി രൂപതാധ്യക്ഷന്മാർ മീജിയൂസ് മെത്രാന് വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭയുടെ വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ, വൈദികാർത്ഥികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലേഖന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നകളുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ സഹോദരങ്ങൾക്ക് വേണ്ടി അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ
തിരുരക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തി നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവരുടെയും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശുമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും പരിശുദ്ധവും ജീവദായക ദിവ്യമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആസ്വദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് ഇടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് മരിച്ചവരുടെ വിയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും തന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നേണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായക ദൈവികമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമോടെന്നെ കൈക്കൊള്ളൂ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗ്ഗം നിശ്ചയമാ. നമ്മുടെ കർത്താവിശ്വംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം.
അനുതാപത്തിനുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലക്കങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും അങ്ങ് കാരണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സുഖരാജ്യത്തിൽ സകല വിശുദ്ധരോട് വന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ തിരുസന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേ. നമ്മെ വിശുദ്ധീകരിക്കുന്ന അമൂല്യമായ ശരീരരക്തങ്ങൾ നൽകപ്പെടുന്നു. സകലത്തിന്റെയും നാഥ, നീ പരിശുദ്ധൻ 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 എന്ന് നമുക്ക് പാടി സ്തുതിക്കാം. പാപമോചനത്തിനായി ഇതാ സകല ജനതകൾക്കും സ്വർഗീയ അപ്പം നൽകപ്പെടുന്നു. നമുക്ക് ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് മാലാഖമാരോടൊത്ത് അവിടുത്തെ ഹല്ലേലൂയ പാടി സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, ശംസിഹായുടെ പ്രസാദവരെ അവിടുത്തെ കാരുണ്യത്താൽ നാമെല്ലാവരിലും സമ്പൂർണ്ണമാവട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. ആരോപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വസിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയൊരു നാളും അങ്ങ് എന്നിൽ നിന്നും വേർപിരിയരുതേ. ഹാ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഹാ എൻ്റെ സ്നേഹനാഥ, എന്നെന്നും എന്നോടൊത്ത് വസിക്കണമേ. ആമേൻ.
സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് നിന്റെ ശരീരരക്തങ്ങൾ വഴി നിത്യസൗഭാഗ്യത്തിൽ നിന്നോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ദൈവപിതാവു തൻ സൂനുവാൻ പാവനാത്മാവിൻ്റെ ദാനങ്ങൾ കാരുണ്യമാർന്നേകി മാനവ കൈവരിക്കാൻ സ്വർഗജീവിതം. അക്ഷയഭാഗ്യത്തിൽ ചേരുവാൻ ആത്മാവിൽ ശാന്തി തളിർക്കുവാൻ നിത്യമനോഹരനാഗത്തിൻ നിസ്തുല സൗഭാഗ്യം തന്നിതാ. നവ്യമാം ജീവൻ പകർന്നിടും സന്ദേശമെന്നു മോത്തിടാം. ദിവ്യ ശരീരവും രക്തവും സ്വീകരിക്കുന്നവർ ജീവിക്കും. അന്ത്യദിനത്തിൻ്റെ ശാന്തി ശിക്ഷാവിധി കാണാതാദിനം ഉത്ഥാനമേകും ജ്ഞാനാമർത്യ നിത്യത പോകുവാനെന്നോമേ. ദിവ്യമാമീ ബലി നൽകിടും നിത്യമഹത്വത്തിൽ മുങ്ങുവാൻ ദൈവിക ദാനങ്ങൾ നിങ്ങളെ പൂർണ്ണത്തെ ഭാരശ്മി തൂകട്ടെ. കുരിശാലെ മുദ്രിതരായി നിങ്ങൾ സർവവിഭക്തുമകന്നേനെ സംരക്ഷ പുൽകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കരുണമേ സ്വസ്തി. ഇന്ന് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസനായ വൈദികർക്ക് യാതൊരാപത്തം വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നാറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിന് അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിനിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.